നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു നാരായണീയ പഠനത്തിന് ശ്രമിക്കാം. നമ്മളിപ്പോൾ 11ാമത്തെ ദശകമാണ് കേട്ടോ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 6-7 ശ്ലോകങ്ങൾ കഴിഞ്ഞു. ഇനി 8, 9, 10, 3 ശ്ലോകങ്ങളെ ബാക്കിയുള്ളൂ. ഈ പോയ 7 ശ്ലോകങ്ങളിൽ വൈകുണ്ഠത്തിൻ്റെ ദ്വാരപാലകന്മാരായിരുന്ന ജയവിജയന്മാർ സനകാദികളിൽ നിന്നും ശാപമേറ്റ് അസുരന്മാരായിട്ട് അവതരിച്ചിരിക്കുകയാണ്. അവരുടെ മാതാപിതാക്കൾ കാശ്യപ മഹർഷിയും ദിതിയുമാണ്. അവരുടെ ജന്മസമയം തന്നെ ഒരിക്കലും സത്വ്യക്തികൾക്ക് സത്പ്രവൃത്തിയായിട്ടുള്ള ഒന്നായിരുന്നില്ല. ത്രിസന്ധ്യ സമയത്താണ് അവിടെ കശ്യപ മഹർഷി പുത്രോത്പാദനം നടത്തിയത്. തൻ്റെ ഭാര്യയായ ദിതിയുടെ നിർബന്ധപ്രകാരമാണ്. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇവർ തീർച്ചയായിട്ടും ദുഷ്ടന്മാരും ഈ ഗർഭത്തിലുണ്ടാകുന്ന പുത്രന്മാർ 2 പേരും ഒരു സ്വഭാവം കൊണ്ട് ദുഷ്പ്രവർത്തി ചെയ്യുന്നവർ ദുഷ്ടന്മാരൊക്കെ ആയിരിക്കും. ധാരാളം മറ്റുള്ളവർക്ക് ജനങ്ങൾക്കൊക്കെ ഉപദ്രവം ഉണ്ടാക്കുന്നവരായിരിക്കും. ഈ സമയം ഒട്ടും പുത്രലാഭത്തിന് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ദിതിയുടെ നിർബന്ധപ്രകാരം ജയവിജയന്മാർ ദിതിയുടെ ഗർഭത്തിൽ വന്ന് ഉത്ഭവിക്കുകയും ജനിക്കുകയും ചെയ്തു. ഒരാൾ ഹിരണ്യാക്ഷൻ, ഒരാൾ ഹിരണ്യകശിപു. മൂത്താൾ ഹിരണ്യാക്ഷൻ. ഇരട്ടക്കുട്ടികളായിരുന്നു അവർ രണ്ടുപേരും അങ്ങനെ കശ്യപ മഹർഷിയുടെ ആശ്രമത്തിൽ ദിതിയുടെ പരിചരണത്തിലൊക്കെ ജീവിച്ചു. ജന്മനാ തന്നെ ദുഷ്ടപ്രവൃത്തികൾ, വിപരീതാർത്ഥത്തിൽ ഭഗവാനെ ശാപം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭഗവാനെ മറക്കാൻ ഞങ്ങൾക്ക് തോന്നരുതേ, ഞങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് ഭക്തി ഉണ്ടാകും, പക്ഷേ അത് വിപരീതാർത്ഥത്തിലായിരിക്കും. 3 തവണ അസുരജന്മം എടുക്കണം. 3 തവണയും ഞാൻ തന്നെയാണ് നിങ്ങളെ വധിക്കുക എന്ന് ഭഗവാനെ നിന്ദിരോടി അവരെ അറിയിക്കുകയും ചെയ്തു. അവരുടെ ആദ്യത്തെ അസുര അവതാരമാണ് ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു. ദുഷ്ടപ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ നടക്കുകയാണ് ഭൂമി. അപ്പോൾ ഭഗവാന് 16,008 ഭാര്യമാരുണ്ടെങ്കിലും 8 പേരെയാണ് വേളിയൊക്കെ കഴിച്ച് കൊണ്ടുവന്ന് അദ്ദേഹം ജീവിക്കുന്നത്. 8 കൊട്ടാരങ്ങളൊക്കെ ആയിട്ട്. അതിലൊരു ഭാര്യയാണ് ഭൂമിദേവി. ഈ ഹിരണ്യാക്ഷൻ്റെ ഹിരണ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ സ്വർണത്തിൻ്റെ നിറമാണ്. അക്ഷൻ എന്ന് ഹിരണ്യ അക്ഷൻ. കണ്ണുകൾക്ക് സ്വർണ്ണ നിറം എന്ന് പറഞ്ഞാൽ കണ്ണ് ചൊക്കച്ചൊക്കാന്നുള്ള കണ്ണ്, നല്ല സ്വർണത്തിൻ്റെ നിറം, ഒരു ചുമപ്പ് രാശി കലർന്നതല്ലേ. ആ ഹിരണ്യാക്ഷൻ ഭഗവാന്റെ ഭാര്യയായ ഭൂമിദേവിയെ തട്ടിക്കൊണ്ടുപോയി. വെള്ളത്തിലേക്കാണ് കൊണ്ടുപോയി, കടലിനടിയിലേക്ക് അങ്ങനെ വലിച്ചു കൊണ്ടുപോയി. എന്തിനാന്ന് വെച്ചാൽ യുദ്ധം ചെയ്യണം തനിക്ക്. അതിനുള്ള പ്രാപ്തിയായി, ആരോഗ്യം ആയി. യുദ്ധം ചെയ്യണം. തന്നോട് യുദ്ധം കൈ ധരിച്ചിട്ട് പാടില്ല. ആരെങ്കിലും ഇപ്പോൾ ഇത് വേണം, കൈത്തരിപ്പ് മാറ്റാനായിട്ട് എതിരാളി വേണം എന്നുള്ള മട്ടിൽ ശത്രുവിനെ തേടി തനിക്ക് യുദ്ധം ചെയ്ത് അങ്ങോട്ട് നശിപ്പിക്കാൻ പറ്റിയ കരുത്തനായ ഒരു ശത്രുവിനെ തേടി നടക്കുകയായിരുന്നു ഹിരണ്യാക്ഷൻ. അപ്പോൾ ആരോ പറഞ്ഞു, വിഷ്ണു തരക്കേടില്ല എന്നാണ് തോന്നണേന്ന്. വിഷ്ണുവിൻ്റെ ഭാര്യയെ ഭൂമിദേവിയെ തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ സാധാരണഗതിയിൽ ഭർത്താവ് അന്വേഷിച്ച് ചെല്ലുമല്ലോ. അപ്പം യുദ്ധം ചെയ്യാന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ടായി. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ വരുണപുരിയിൽ ചെന്നപ്പോൾ വരുണദേവനെ കണ്ടപ്പോൾ തന്നെ വിഷ്ണുവിനെ പിന്നെ കിട്ടുകയാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഇയാളെ കിട്ടിയത്. വരുണദേവൻ തരക്കടില്ല, കൊള്ളാലോ, ഇയാളുമായിട്ടൊന്ന് ഏറ്റുമുട്ടാം എന്ന് കരുതി യുദ്ധത്തിൽ നിന്ന് വരുണദേവൻ തൊഴുതുകൊണ്ട് പറഞ്ഞു, അയ്യോ എന്നോട് യുദ്ധത്തിനൊന്നും വരല്ലേ, ഞാൻ യുദ്ധമൊക്കെ നിർത്തി വെച്ചേക്കുക. ഞാനിപ്പോൾ ഈയിടെ ആരോടും ഒരു യുദ്ധത്തിനും പോവാറില്ല. ഒരു വ്രതമാണ് എൻ്റേത്, ഇനി യുദ്ധം വേണ്ട എന്നുള്ളത്. അതുകൊണ്ട് അങ്ങേക്ക് എനിക്ക് യുദ്ധം ചെയ്യാണ്ടില്ല, അങ്ങ് മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലൂ, അതാ നല്ലത്. അദ്ദേഹം അങ്ങേക്ക് ചേരുന്ന ഒരു എതിരാളി തന്നെയാണ് എന്ന് പറഞ്ഞയച്ചു. അങ്ങനെ ആയിട്ട് ഇവിടെ മഹാവിഷ്ണുവിനെ തേടി യുദ്ധത്തിന് പോകുന്ന ഒരു ഭാഗമൊക്കെയാണ് ഇനിയുള്ള 2-3 ശ്ലോകങ്ങളിൽ ഭൂമിദേവി തട്ടിക്കൊണ്ടു പോകുന്നതും അങ്ങനെ മഹാവിഷ്ണുവിനെ തേടി യുദ്ധത്തിന് ഒരുങ്ങുന്നതുമൊക്കെ ആയ ഭാഗങ്ങളാണ് പറയുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ഈ 8ാമത്തെ ശ്ലോകമാണ് ഇനി വായിക്കുന്നത്.
കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് രണ്ടുപേർക്കും മരീചി മഹർഷിയുടെ, അതായത് ബ്രഹ്മാവിൻ്റെ പുത്രനായ സപ്തർഷികളിൽ ഒരാളാണ് മരീചി മഹർഷി. ആ മരീചി മഹർഷിയുടെ പുത്രനാണ് കശ്യപ മഹർഷി. കശ്യപ മഹർഷിയുടെ മക്കളാണ് ഈ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു. രണ്ട് അസുരന്മാരും അവരുടെ പേരും സ്വഭാവവും ഒക്കെയാണ് ഇനി പറയുന്നത്. ഹിരണ്യപൂർവ കശിപൂ കിലൈക പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീത ഉഭൗ ഭവന്നാദമശേഷലോകം രുഷാന്യുരുന്തം നിജവാസനാന്തൗ. ഇതിൽ പറയുന്ന ഏക ഹിരണ്യപൂർവ കശിപൂ കില, അതായത് അതിൽ ഒരാൾ, ഇരട്ടക്കുട്ടികളെയാണ് ദിതി പ്രസവിച്ചത്. അതിൽ ഒരാൾ ഹിരണ്യപൂർവ, ഹിരണ്യകശിപു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പര ഹിരണ്യാക്ഷ ഇതി, മറ്റേ ആൾ ഹിരണ്യാക്ഷൻ എന്ന പേരുള്ളവനാണ്. ഉഭൗ നിജ വാസനാന്തു, രണ്ടുപേരും തങ്ങളുടെ ജന്മാന്തര വാസനകൾ, ജന്മാന്തര വാസനകൾ എന്ന് പറഞ്ഞാൽ അസുരന്മാരായിട്ട് ജനിക്കുന്നവർ തന്നെ ക്രൂരപ്രവർത്തികൾ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവർ അസുരകുലത്തിൽ ജനിച്ചു, അസുരന്മാരായി ജനിച്ചപ്പോൾ എന്തുണ്ടായി? ആ ജന്മാന്തര വാസന അനുസരിച്ച് ദുഷ്ടപ്രവൃത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങി, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. ദേഷ്യം കൊണ്ടങ്ങോട്ട് തങ്ങൾക്ക് എപ്പോഴും അവർ ശത്രുവായി കാണുന്നത് മഹാവിഷ്ണുവിനെയാണ്. ആ മഹാവിഷ്ണുവിനെ നശിപ്പിക്കണം, ഒരാൾ അയാളെ ഇവിടെ ഇനി വേണ്ട എന്നുള്ള മട്ടിൽ ആരെങ്കിലും ഒരാൾ മതി. ഹിരണ്യാക്ഷൻ ആദ്യം തന്നെ മഹാവിഷ്ണുവിനെ കൊല്ലാനായിട്ടുള്ള ഒരു പുറപ്പാടിലാണ്. അതായത് പൂർവജന്മത്തിൽ ഭഗവാനെ കാണാനായിട്ട് ചെന്ന സനകാദികളെ തടയുക എന്നുള്ളത് അങ്ങേയറ്റത്തെ മഹാപാപമായ ഒരു പ്രവൃത്തിയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് അക്കാര്യം വകവയ്ക്കാതെ ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും ലോകദ്രോഹം ചെയ്യാൻ തുടങ്ങുകയാണ്. അവർ അവിടെ വെച്ച് മഹാപാപം ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ജന്മെടുത്തത്. ഈ ജന്മെടുത്തപ്പോഴോ ഇപ്പോഴും ചെയ്യുന്നതൊക്കെ ദുഷ്പ്രവർത്തികൾ തന്നെയാണ്. അങ്ങനെ ധർമ്മത്തിൻ്റെ പേര് കേട്ട രണ്ടുപേർക്ക് അപ്പം വരും കലി, എന്തെന്നില്ലാത്ത ദേഷ്യം, ധർമ്മം വിട്ടേ അവർ നടക്കുള്ളൂ. അതുകൊണ്ട് എന്നാൽ ഭഗവാനാണെങ്കിൽ എന്താ വിചാരിക്കണേ, ആരും ഒന്നും, അദ്ദേഹത്തിൻ്റെ സന്ദേശം തന്നെ ആരും ഒന്നും ഭയപ്പെടണ്ട. എവിടെയാണോ പരിത്രാണായ, ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ വളരെ തുറന്നു പറയുന്നില്ലേ, പരിത്രാണായ സാധൂനാം, ഞാൻ രക്ഷിച്ചോളാം, സാധുക്കളായവരെ, സൽപ്രവൃത്തി ചെയ്യുന്നവരെ ഞാൻ പരിത്രാണായ, ഞാൻ രക്ഷിച്ചോളാം. പിന്നെ വിനാശായ ച ദുഷ്കൃതാം, ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവരെയൊക്കെ ഞാൻ നശിപ്പിക്കുകയും ചെയ്തോളാം. ധർമ്മസംരക്ഷണാർത്ഥായ, ധർമ്മം സംരക്ഷിക്കുന്നതിന് വേണ്ടി എപ്പോൾ വേണമെങ്കിലും സംഭവാമി യുഗേ യുഗേ, ഞാൻ ഓരോരോ യുഗങ്ങൾ തോറും എപ്പോൾ വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും അവതരിച്ചോളാമെന്നാണ് ഭഗവത്ഗീതയിലൂടെ മഹാവിഷ്ണുവിൻ്റെ ഭഗവാന്റെ ഒരു അറിയിപ്പ് തന്നെ, നമുക്ക് തരുന്ന ആശ്വാസം തന്നെ. എന്നെ വ്യക്തിപരമായി പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം ഭഗവത്ഗീതയിലെ ഏറ്റവും സമ്പന്നമായ ശ്ലോകം ഈ ശ്ലോകമാണെന്ന് ഞാൻ പറയും. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഒന്നും പേടിക്കാനില്ല, ഭഗവാനുണ്ടല്ലോ, നമ്മളെ രക്ഷിക്കുമല്ലോ, ഇത് തന്നെ എന്ന പോലെ ഇവിടെ ധർമ്മം എന്ന് കേട്ടാൽ ഈ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവിനും അപ്പം ദേഷ്യം, അരിശം കൊണ്ട്, കോപം കൊണ്ട്, കലി വന്ന് അവർ വിഷ്ണുവിനെ കൊല്ലാൻ തന്നെ നടക്കുക രണ്ടുപേരും. അപ്പം ഹിരണ്യാക്ഷൻ യുദ്ധത്തിനൊരു എതിരാളിയെ കിട്ടണം, അതിനിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിൻ്റെ തന്നെ നാഥനായിട്ടുള്ള മഹാവിഷ്ണുവിനെ തന്നെയാണ് ആദ്യം യുദ്ധത്തിൽ കൊല്ലണമെന്ന് വിചാരിക്കുന്നത്. ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഹിരണ്യപൂർവ കശിപൂ കിലൈക പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീത. ദിതി പ്രസവിച്ച ഇരട്ടക്കുട്ടികളിൽ ഒരാൾ ഹിരണ്യാക്ഷനായി, ഒരാൾ ഹിരണ്യകശിപു എന്ന പേരും സ്വീകരിച്ചു. ഉഭൗ ഭവന്നാദമശേഷലോ
ലോകം രുഷാനുരുന്ദം നിജവാസനാന്തോ. ആ അസുരരായി ജനിച്ചു എന്നുള്ള ജന്മാന്തരം കൊണ്ട്, ആ ജന്മാന്തര ബലം കൊണ്ട് അവർ ദുഷ്പ്രവർത്തികൾ അങ്ങോട്ട് ചെയ്യാനും തുടങ്ങി, ഉപദ്രവിക്കാനും തുടങ്ങി. ഇനി ഈ ശ്ലോകത്തിൻ്റെ പരിഭാഷാ രൂപത്തിൽ വരുമ്പോൾ എങ്ങനെയാകുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഹിരണ്യകശിപുവെന്നും ഹിരണ്യാക്ഷനെന്നുമുള്ള ഇരുവരും സാധുജനാദ്രോഹം നടത്തി. ഹിരണ്യകശിപു എന്നും ഹിരണ്യാക്ഷൻ എന്നും പേരുള്ള രണ്ട് അസുരന്മാരും സാധുജനദ്രോഹം തുടങ്ങി, ജനങ്ങളെയൊക്കെ അങ്ങോട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. ജന്മാന്തരവാസനയാൽ അന്ധരായി തീർന്ന അവർ ജഗത്തിനെ ധർമ്മത്തിൽ നിന്നകറ്റി നിർത്തി. ജന്മാന്തരവാസന, അസുരരായി ജനിച്ചതിൻ്റെ ഫലമായിട്ട് അവർ ദുഷ്ടപ്രവൃത്തികൾ ചെയ്തു. ഭൂമിയിൽ ധർമ്മം നിലനിൽക്കാനായിട്ട് അവർ ഒട്ടും സമ്മതിച്ചില്ല. ഭൂമിയിൽ നിന്ന് ജഗത്തിനെ ധർമ്മത്തിൽ നിന്നകറ്റി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ധർമ്മം ഇല്ലാതാക്കി. ധർമ്മം എല്ലാ ദിക്കിലും അധർമ്മം വർദ്ധിക്കാനായിട്ട് തുടങ്ങി. അതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. തയോർഹിരണ്യാക്ഷമഹാസുരേന്ദ്രോ രണായ ധാവന്നവാപ്തവൈരീ ഭവപ്രിയാൻഷ്പം സലിലേ നിമജ്യ ചചാരഗർവാദിനദൻ ഗദാവാൻ. എന്താണ് ഈ പറയുന്നതെന്ന് വെച്ചാൽ, തയോ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്ര, ഹിരണ്യാക്ഷൻ എന്ന പേരുള്ള ആ വലിയ അസുരപ്രമാണി, ആ അസുരപ്രമാണി രണായ ധാവാൻ അനുവാപ്ത വൈരി, തനിക്ക് അനുയോജ്യനായ ഒരു എതിരാളിയെ തേടി തേടി ഇങ്ങനെ നടക്കാൻ തുടങ്ങി, യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. ഭവത് പ്രിയാൻഷ്മാം സലിലേ നിമജ്ജ. അപ്പം അങ്ങനെ കേട്ടു, വിഷ്ണുവാണ് ഇപ്പം തനിക്ക് പറ്റിയ ഒരു എതിരാളി ഉള്ളത് എന്ന് ഏതോ മഹർഷിമാരോ ആരോ പറഞ്ഞു കേട്ടു. ഉടൻ തന്നെ വിഷ്ണുവായിട്ട് യുദ്ധം ചെയ്യാൻ ഒരു വഴി ഉണ്ടാക്കാൻ വേണ്ടി, ഒരു കാരണം ഉണ്ടാക്കാൻ വേണ്ടി വിഷ്ണുവിൻ്റെ ഭാര്യയായ ഭൂമിദേവിയെ തട്ടിക്കൊണ്ടുപോയി. ഭാര്യ തട്ടിക്കൊണ്ടുപോയ വെറുതെ ഇരിക്കുമോ ഭർത്താവ്? ഉടൻ തന്നെ ആ കൊണ്ടുപോയവനെ വകവെടുത്തിട്ട് അവനെ കൊന്നിട്ട് വേണ്ടേ രക്ഷപ്പെടുത്താൻ. ഉടൻ തന്നെ മഹാവിഷ്ണു ഈ വിവരം അറിഞ്ഞു. തൻ്റെ പ്രിയ പത്നിയായ ഭൂമിദേവിയെ വെള്ളത്തിലേക്കൂടെ ഒഴുക്കി സമുദ്രത്തിൻ്റെ അടിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഗർവാദ വിനദൻ ഗദാവാൻ ചചാര, അട്ടഹസിച്ചുകൊണ്ട്. അപ്പോൾ അവിടുത്തെ ഇഷ്ടപത്നിയായ ഭൂമിദേവിയെ തട്ടിക്കൊണ്ട് സമുദ്രത്തിൻ്റെ അടിയിൽ പോയിട്ട് തൻ്റെ ഗദയെടുത്ത് ഇങ്ങനെ ചുഴറ്റിക്കൊണ്ട് ഇങ്ങനെ നടക്കുക, എന്നിട്ട് വെല്ലുവിളിക്കുക, അഹങ്കരിച്ച് അട്ടഹസിച്ച് ഭഗവാനെ വെല്ലുവിളിച്ചുകൊണ്ട് ഗദയുമായിട്ട് അങ്ങോട്ട് സഞ്ചരിച്ചു. സ്ത്രീകളെ ദ്രോഹിച്ച ഭർത്താക്കന്മാർ വരില്ലേ അന്വേഷിച്ച്? വരട്ടെ, വിഷ്ണു ഇവിടെ വരട്ടെ, സമുദ്രത്തിൽ വരട്ടെ, എന്നിട്ട് വേണം തനിക്കൊന്ന് കൈത്തരിപ്പ് തീർക്കാൻ എന്ന മട്ടിലാണ് ഹിരണ്യാക്ഷൻ സമുദ്രത്തിലേക്ക് ഭൂമിദേവിയെ കൊണ്ട് ഭഗവാനെ അന്വേഷിച്ച് പുറപ്പെട്ടു. ഇങ്ങനെ ഭഗവാന്റെ പത്നിയെയും ദ്രോഹിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കേട്ടപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം, ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. തയോർഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവന്നവാപ്തവൈരീ ഭവപ്രിയാക്ഷ്മാം സലിലേതിമജ്ജ ചചാരഗർവാദിനദൻ ഗദാവാൻ. ഗർവാദ് വിനദൻ ഗദാവാൻ എന്നാണ് പദങ്ങൾ വരുന്നത്. ഗർവാദ് വിനദൻ, ഗർവാദ് വിനദൻ ഗദാവാൻ, ചചാര ഗർവാദ് വിനദൻ ഗദാവാൻ. ഗദ പിടിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് അട്ടഹസിച്ചുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഭഗവാനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു. ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ഭൂമിദേവിയെ ഉപദ്രവിക്കുകയും ചെയ്തു. ഈ ശ്ലോകത്തിൻ്റെ പരിഭാഷയിൽ ഒന്ന് നോക്കൂ.
എതിർക്കുവാനാരുമില്ല എന്ന മതത്തോടു കൂടി, തന്നെ എതിർക്കാൻ ആരുമില്ല എന്ന മതത്തോടു കൂടി, അഹങ്കാരത്തോടു കൂടി ഹിരണ്യാക്ഷൻ ലോകമാകെ വിറപ്പിക്കവേ. ഹിരണ്യാക്ഷൻ ലോകം മുഴുവൻ കിട്ടുകിട്ട വിറപ്പിച്ചു. ആ സമയത്ത് ഭഗവാനെ തവ പത്നിയായ ഭൂമിദേവിയെയും വെള്ളത്തിങ്കൽ മുക്കിയവൻ യാത്ര തുടർന്നു. അങ്ങയുടെ പത്നിയായ ഭൂമിദേവിയെ വെള്ളത്തിൽ മുക്കി പിടിച്ചുകൊണ്ട് വലിച്ചിഴച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര തുടർന്നു സമുദ്രത്തിൻ്റെ അടിയിലൂടെ എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. അടുത്ത ശ്ലോകത്തോടു കൂടി ഈ ദശകം, ഈ 11ാമത്തെ ദശകം ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ഉൽപ്പത്തിയെ പറ്റി പറയുന്ന ഈ ദശകം അവസാനിക്കുകയാണ്. ഭക്തകവി തൻ്റെ രോഗം മാറ്റണേ എന്ന പ്രാർത്ഥനയോടെ ദശകം അവസാനിപ്പിക്കുന്നു. ലാസ്റ്റ് ശ്ലോകം പറയാം. അത്തതോ ജലേശാസദൃശം ഭവന്തം നിശമ്യ ബഭ്രാവഗവേഷയം സ്വാം ഭക്തൈകദൃശ്യ സകൃപാനിധേ ത്വം നിരുന്തിരോഗാൻ മരുതാലയേശ. തതോ ജലേശാദ സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയസ്ത്വാം ഭക്തൈകദൃശ്യ സകൃപാനിധേ ത്വം നിരുന്തിരോഗാൻ മരുതാലയേശ. തതോ ജലേശാദ്, അതായത് തഥ ജലേശാദ് ഭവന്തം സദൃശം നിശമ്യ. അപ്പോഴാണ് വരുണപുരിക്ക് അടുത്തുകൂടി പോയപ്പോൾ വരുണദേവനെ കണ്ടത്. അവിടുത്തെ വരുണനിൽ നിന്നും വരുണനോട് യുദ്ധം ചെയ്യാനായിട്ട് ചെന്നപ്പോൾ വരുണനെ പറഞ്ഞു, അയ്യോ ഞാൻ യുദ്ധമൊക്കെ നിർത്തി വെച്ചേക്കുക, എനിക്കാവില്ല അങ്ങയോടൊന്നും യുദ്ധം ചെയ്ത് ജയിക്കാൻ, അയ്യോ ഞാൻ കീഴടങ്ങാണേ, അങ്ങയ്ക്ക് പറ്റിയൊരു എതിരാളി ഉണ്ട്, ആളെ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. ആട്ടെ വേഗം പറയൂ, എനിക്ക് അയാളുടെ അടുത്തേക്ക് പോകാനാന്ന് പറഞ്ഞു. ഉടനെ വരുണദേവൻ പറഞ്ഞു, വിഷ്ണു എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, വിഷ്ണു തനിക്ക് പറ്റിയ എതിരാളിയ എന്ന് പറഞ്ഞു കൊടുത്തു. ത്വാം ഗവേഷയൻ ബബാമ, നിന്തുരുവടിയെ അന്വേഷിച്ചുകൊണ്ട്. അപ്പോഴാണ് കേട്ട വഴിക്ക് ഹിരണ്യാക്ഷൻ, എവിടെ വിഷ്ണു, വിഷ്ണു എവിടെ, ഒളിച്ചിരിക്കുകയല്ലേ എന്നെ പേടിച്ചിട്ട് എന്ന് ചോദിച്ചുകൊണ്ട് വിഷ്ണുവിനെ തേടി അന്വേഷിച്ചുകൊണ്ട് ഓടി നടന്ന് കൃപാനിധേ മാരുതാലയേശ. ഭക്തകവി ദയാസിന്ധുവായ ഗുരുവായൂരപ്പ, അല്ലയോ ഗുരുവായൂരപ്പ, ഭക്തൈക ദൃശ്യാസ ത്വം രോഗാൻ നിരുന്തി. ഭക്തന്മാർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഭഗവാനെ, അല്ലാണ്ട് എല്ലാവർക്കും ഒന്നും ദർശനം ലഭിക്കില്ല. അങ്ങനെയുള്ള കാണാൻ പറ്റുന്ന ആ നിന്തിരുവടി രോഗങ്ങളെയൊക്കെ ഒന്ന് തടുക്കണേ. എനിക്ക് ഒരുപാട് രോഗം വന്നിട്ടാണല്ലോ ഞാൻ ഗുരുവായൂർ വന്നേക്കണേ. അതുകൊണ്ട് മരുതാലയേശ ഗുരുവായൂരപ്പ ഭഗവാനെ, അങ്ങ് എൻ്റെ രോഗങ്ങളെയും തടുത്ത് നിർത്തണമേ. അതായത് ഹിരണ്യാക്ഷനെ പോലെ, ഹിരണ്യാക്ഷൻ ചില രോഗങ്ങൾ, ഹിരണ്യാക്ഷനെ പോലെ ഭയങ്കരന്മാരായ ചില രോഗങ്ങളൊക്കെ തങ്ങൾക്ക് തക്ക എതിരാളിയെ തേടി നടക്കുക, രോഗങ്ങളും അതുപോലെ തങ്ങൾക്ക് ചെന്ന് കയറിക്കൂടാനായിട്ടുള്ള ചില ശരീരങ്ങൾ തേടി നടക്കുകയാണ്. അങ്ങനൊരു രോഗം എന്നിലും കടന്നുകൂടിയിട്ടുണ്ട്, എന്നെയും കടന്നു പിടിച്ചിട്ടുണ്ട്, എന്നിലും പ്രവേശിച്ചിട്ടുണ്ട് വാതരോഗം. അതുകൊണ്ട് അങ്ങ് ഹിരണ്യാക്ഷനെ അവിടെ നിന്ന് കനിഞ്ഞ് ആ രോഗങ്ങളിൽ നിന്നെല്ലാം എന്നെ ബാധിച്ചിരിക്കുന്ന ഹിരണ്യാക്ഷൻ എന്ന അസുരനെ പോലുള്ള രോഗത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്നുള്ള ഒരർത്ഥം കൂടി നമുക്ക് കാണാം ഈ ശ്ലോകത്തിലൂടെ. ഒന്നുകൂടെ വായിക്കാൻ. തതോ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമഗവേഷയസ്ത്വാ ഭക്തൈകദൃശ്യ സകൃപാനിധേ ത്വം നിരുന്തിരോഗാൻ മരുതാലയേശ എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ പരിഭാഷയായിട്ടുള്ള ഭാഗം കൂടെ നോക്കാം. വരുണനിൽ നിന്നും തവ കഥകളി അറിഞ്ഞവൻ
ഹിരണ്യാക്ഷനെ, വരുണനിൽ നിന്നും തവ കഥകളെ അറിഞ്ഞവൻ. വിഷ്ണുവിൻ്റെ കഥകൾ, അങ്ങയുടെ കഥകൾ വരുണ ഭഗവാനിൽ നിന്നും അറിഞ്ഞപ്പോൾ കരുണാകരനെ തേടി ഓടി നടന്നു. ഭഗവാനെ, കരുണാകരനായ അങ്ങയെ തേടി ഓടി നടന്നു. ഭക്തന്മാർക്കു ദർശനത്തെ നൽകുന്നോരൻ ഭഗവാനെ, ഭക്തന്മാർക്ക് മാത്രം ദർശനം നൽകുന്ന അല്ലയോ എൻ്റെ ഭഗവാനെ, ദയാസിന്ധു, അങ്ങ് ദയാസിന്ധുവാണ്, കരുണ കാണിക്കുന്നവനാണ്. മമാരോഗം തടുത്തിടണേ, എൻ്റെ രോഗത്തെ അങ്ങ് തടുത്തിടണേ. വരുണനിൽ നിന്നും തവ കഥകളെ അറിഞ്ഞവൻ കരുണാകരനെ തേടി ഓടി നടന്നു. ഭക്തന്മാർക്കു ദർശനത്തെ നൽകുന്നോരൻ ഭഗവാനെ, ദയാസിന്ധു മമാരോഗം തടുത്തിടണേ. 11ാമത്തെ ദശകം തൻ്റെ രോഗം മാറ്റിത്തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഭക്തകവി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ ദശകം ഇന്ന് ഭഗവാന്റെ തന്നെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അടുത്ത ദിവസം മുതൽക്ക് 12ാമത്തെ ദശകത്തിലേക്ക്, അതായത് ഹിരണ്യാക്ഷനെ വധിക്കാനായിട്ട് ഭഗവാൻ ഒരു അവതാരം തന്നെ എടുക്കുകയാണ്. ഓരോരോ യുഗേ യുഗേ സംഭവാമി യുഗേ യുഗേ എന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഭഗവത്ഗീതയിലൂടെ. ആ ഹിരണ്യാക്ഷനെ നശിപ്പിക്കുന്നതിന്, വധിക്കുന്നതിന്, ലോകത്തെ രക്ഷിക്കുന്നതിന്, ഭൂമിദേവിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ വരാഹാവതാരം എടുത്തിരിക്കുന്നത്. അടുത്ത ദശകം വരാഹാവതാരമാണ്. നമുക്ക് അടുത്ത ദിവസം മുതൽ വരാഹാവതാരം തുടങ്ങാം. അപ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഈ നാരായണീയം ഞാൻ പറയുന്നത് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരുടെയും ആയുരാരോഗ്യത്തിന് വേണ്ടി ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇത് കേൾക്കൂ.